ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്താം. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെ ചതിച്ചവരോട്, നിങ്ങളുടെ ജീവിതം തകർത്തവരോട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ദേഷ്യവും പ്രതികാര ചിന്തയുമുണ്ടോ? നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ ഓർത്ത് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യ സഹജമായി ചിന്തിച്ചാൽ നമ്മെ ദ്രോഹിച്ചവരുടെ ദേഷ്യം തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മുടെ മനസ്സിനെ തളർത്തുന്ന ആ കയ്പിൻ്റെ വേരുകളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം തരുന്ന യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വിപ്ലവാത്മകമായ ഒരു കൽപ്പനയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിശുദ്ധ മത്തായി 5:44. AD 50-നും 60-നും ഇടയിൽ അപ്പോസ്തലനായ വിശുദ്ധ മത്തായി എഴുതിയതാണ് ഈ സുവിശേഷം. ആളുകൾ വെറുത്തിരുന്ന ഒരു ചുങ്കക്കാരൻ എന്ന നിലയിൽ ശത്രുതയും വിദ്വേഷവും എന്താണെന്ന് നന്നായി അനുഭവിച്ചറിഞ്ഞ വിശുദ്ധ മത്തായിയാണ് യേശുവിൻ്റെ ഈ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വചനം ഇപ്രകാരമാണ്: ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ ജനക്കൂട്ടത്തോട് സംസാരിച്ച ഭാഗമാണിത്. അന്നത്തെ യഹൂദജനം ക്രൂരമായ റോമൻ ഭരണത്തിന് കീഴിൽ കടുത്ത പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന കാലമായിരുന്നു അത്. കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ വെറുക്കുക എന്നതായിരുന്നു അന്നത്തെ പൊതുവായ നിയമം. എന്നാൽ ആ പ്രതികാര ചിന്താഗതിയെ പൂർണ്ണമായി തിരുത്തിക്കൊണ്ടാണ് യേശു ഈ വാക്കുകൾ പറഞ്ഞത്. ശത്രുതയെ ശത്രുത കൊണ്ട് നേരിട്ടാൽ അത് ലോകത്തില് ഇരുട്ട് കൂട്ടുകയുള്ളൂ എന്ന് യേശുവിന് അറിയാമായിരുന്നു. ഈ വചനം ബൈബിളിൽ ഏറ്റവും ശക്തവും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായ ഉപദേശങ്ങളിൽ ഒന്നാണ്. കാരണം സ്നേഹിക്കുന്നത് എളുപ്പമാണ്, നമ്മൾ സ്നേഹിക്കുന്നവരെ. പക്ഷേ വേദനിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ വേദനിപ്പിച്ചവരെ സ്നേഹിക്കുക ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മെ തെറ്റിദ്ധരിച്ചവർക്കായി, നമ്മെ സങ്കടപ്പെടുത്തിയവർക്കായി പ്രാർത്ഥിക്കുക, അതും വിഷമമാണ്. അത് മനുഷ്യ സ്വഭാവത്തിന് എളുപ്പമല്ല. ആരെങ്കിലും നമ്മെ വേദനിപ്പിച്ചാൽ നമ്മുടെ മനസ്സിൽ കോപം വരും, പ്രതികാരം ചെയ്യണമെന്ന് തോന്നും, അവരെ ചിലപ്പോൾ കൊന്നുകൊള്ളുന്നു വരെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇവരോടുള്ള വെറുപ്പ് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുമെന്ന്. ആദ്യമായിട്ട് വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം ആരോഗ്യത്തെ നശിപ്പിക്കും. ഈ വെറുപ്പ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് ശരീരത്തെ എപ്പോഴും കടുത്ത സമ്മർദ്ദത്തിലാക്കും. ഇത് രക്തസമ്മർദ്ദം കൂട്ടുകയും പ്രതിരോധ ശേഷി കുറയ്ക്കുകയും ചെയ്ത് ശരീരത്തെ സാവധാനം മറ്റുള്ള രോഗങ്ങളിലേക്ക് തള്ളിവിടും. അതാണ് ഏറ്റവും ആദ്യത്തെ. രണ്ടാമത്തത് എന്താ സംഭവിക്കുക? ആന്തരിക മുറിവുകൾ നമ്മെ എപ്പോഴും തടവിലാക്കും. വെറുപ്പ് നമ്മുടെ ഉള്ളിൽ ഒരു വിട്ടുമാറാത്ത മുറിവ് പോലെയാണ്. അത് പഴയ വേദനകളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും മനസ്സിൻ്റെ സമാധാനവും സന്തോഷവും പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട് നമ്മൾ സ്വയം നാശത്തിലേക്കാണ് പോകുന്നത്. വെറുപ്പ് നിലനിർത്താൻ വലിയ തോതിൽ മാനസിക ഊർജം ആവശ്യമാണ്. ഇത് നമ്മുടെ നല്ല ചിന്തകളെയും നല്ല ബന്ധങ്ങളെയും തകർക്കുകയും നമ്മുടെ ഉള്ളിൽ നിന്ന് സമാധാനം നശിക്കുകയും ചെയ്യും. പക്ഷേ യേശു പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായ ഒരു വഴിയാണ്. എന്തുകൊണ്ടാണ്? കാരണം ദേഷ്യം ആദ്യം നശിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം ഹൃദയത്തെയാണ്. കോപം മനസ്സിലെ സമാധാനം കവർന്നെടുക്കും, പക സന്തോഷം നശിപ്പിക്കും, ഉറക്കം പോലും നഷ്ടപ്പെടും. അതിനാലാണ് യേശു പറയുന്നത്, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. പ്രാർത്ഥന വളരെ ശക്തമായ ഒന്നാണ്. നാം ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം മാറിത്തുടങ്ങും. ദൈവം നമ്മുടെ ഉള്ളിൽ സമാധാനം നൽകും. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് മനസ്സിൽ ഒരു പ്രത്യേക ഇഷ്ടം തോന്നണമെന്നല്ല അർത്ഥം. അതൊരു വികാരമല്ല, മറിച്ച് അതൊരു തീരുമാനമാണ്. ഡിസിഷൻ ഓഫ് ദ വിൽ. നമ്മെ ശപിക്കുന്നവരെ തിരികെ ശപിക്കാതെ അവരെ അനുഗ്രഹിക്കുക, നമ്മെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുക, നമ്മെ ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുക. അത് നമ്മുടെ ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ കരുതണം, നല്ല മനുഷ്യരോട് ലക്ഷണമായിട്ട് കരുതണം. മറ്റുള്ളവരോട്
മോശം പെരുമാറ്റത്തിന് നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം ഇല്ലാതാക്കാൻ നമ്മൾ അനുവാദം കൊടുക്കരുത്. ക്ഷമിക്കുക എന്നത് തെറ്റ് ശരിയാണെന്ന് പറയുന്നതല്ല, അല്ലെങ്കിൽ അംഗീകരിക്കുന്നതുമല്ല. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഈ വേദന എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന തീരുമാനമാണ്. ലോകം പറയും പ്രതികാരം ചെയ്യൂ, പക്ഷെ യേശു പറയുന്നു സ്നേഹിക്കൂ. ലോകം പറയും പക വയ്ക്കൂ, പക്ഷെ യേശു പറയുന്നു പ്രാർത്ഥിക്കൂ. ഇത് ദുർബലതയല്ല, ഇത് ആത്മീയ ശക്തിയാണ്. കാരണം എല്ലാവർക്കും കോപിക്കാൻ കഴിയും, പക്ഷെ ക്ഷമിക്കാൻ വലിയ ഹൃദയം വേണം. നിങ്ങളെ വേദനിപ്പിച്ച ഒരാൾക്കായി ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പിന്നെ ആ വ്യക്തിക്ക് നിങ്ങളുടെ സമാധാനത്തെ കെടുത്താൻ ഒരിക്കലും സാധിക്കുകയില്ല. നിങ്ങൾ വേദനിക്കുന്നത് അവർ കാണുകയില്ല, കാരണം നിങ്ങളുടെ സമാധാനത്തെ കെടുത്താൻ ആ വേദനയ്ക്ക് സാധിക്കുകയില്ല. ശത്രുക്കളെ സ്നേഹിക്കുന്ന നമ്മുടെ ബലഹീനതയല്ല, മറിച്ച് നമ്മുടെ വലിയ ആത്മീയ ശക്തിയാണ്, നമ്മുടെ ക്വാളിറ്റിയാണ്. പ്രതികാരം ചെയ്യാനുള്ള അധികാരം നമ്മൾ ദൈവത്തിനാണ് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയം വല്ലാത്തൊരു സ്വാതന്ത്ര്യം പ്രാപിക്കും. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും വേദനയുണ്ടോ? ആരെങ്കിലും നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ, പറ്റിച്ചിട്ടുണ്ടോ, നിങ്ങളെ അഭിമാനിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു തീരുമാനമെടുക്കുക. പകയുടെ ഭാരം ഇറക്കി വയ്ക്കുക, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. കാരണം ക്ഷമിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥ സമാധാനം അനുഭവിക്കുന്നത്. സ്നേഹം ദേഷ്യത്തെക്കാൾ ശക്തമാണ്, ക്ഷമ പ്രതികാരത്തെക്കാൾ ശക്തമാണ്, പ്രാർത്ഥന കോപത്തെക്കാൾ ശക്തമാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ കയ്പും കോപവും മാറ്റി ആ ദൈവിക സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറയ്ക്കാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ സ്നേഹത്താലും സമാധാനത്താലും നിറയ്ക്കട്ടെ. ഒരു നിമിഷം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സുപ്രഭാതത്തിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഈ അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന വചനം കർത്താവേ, ഇത് കേൾക്കുന്ന മക്കളെ ഓരോരുത്തരെയും, ഇത് പങ്കുവയ്ക്കുന്ന ഓരോരുത്തരെയും നിന്റെ തൃപ്പാദത്തിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. നീ അവരെ അഭിഷേകം ചെയ്യണമേ, നീ നിറയ്ക്കണമേ കർത്താവെ. അവർക്ക് നല്ലൊരു ഹൃദയം കൊടുക്കണമേ. ഉറപ്പിൻ്റെ സകല അന്ധകാര ശക്തികളിൽ നിന്നും പൂർണ്ണമായി വിടുതൽ നൽകി നിന്റെ സന്തോഷം സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ ആന്തരിക മുറിവുകളെയും വേദനകളെയും തുടച്ചു മാറ്റണമേ. പലപ്പോഴും എനിക്ക് പൊറുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അതിന് മാത്രം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതിന് മാത്രം എന്നെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്, അതിന് മാത്രം എന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും നിന്റെ അടുത്ത് വന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കർത്താവ്, ഞങ്ങൾക്ക് പൂർണ്ണമായ വിടുതൽ നൽകണമേ. അവരോട് ക്ഷമിപ്പാനുള്ള പൂർണ്ണമായ വിടുതൽ ഞങ്ങൾക്ക് നൽകണമേ. പൂർണ്ണമായി അവരോട് ക്ഷമിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കഴിവ് നൽകണമേ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ വേദനിപ്പിച്ച എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. എന്നെ കഷ്ടപ്പെടുത്തി എന്നെ വഞ്ചിച്ച എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു. കർത്താവേ, എനിക്ക് നല്ല ഹൃദയം തരണമേ. വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കാതെ നിന്റെ സ്നേഹം ഉള്ളിൽ പകരുവാൻ കർത്താവേ, നീ മനസ്സലിയണമേ, കനിവ് തോന്നണമേ. അടിയൻ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തുള്ള സർവ്വപാപങ്ങൾ അടികളോട് ക്ഷമിക്കണമേ. ഈ വചനം കേൾക്കുന്ന പലർക്കും പലവിധമായ വേദനകളുണ്ട് കർത്താവേ. പലരോടും തീർത്താൽ തീരാത്ത വേദനയുണ്ട്, ദേഷ്യമുണ്ട്, വെറുപ്പുണ്ട്. നീ ഇന്ന് തൊടണമേ. നിന്റെ മക്കളോട് കരുണ തോന്നണമേ. അവരുടെ ഹൃദയങ്ങളിൽ സമാധാനം കൊടുക്കണമേ. അവരുടെ ഹൃദയത്തിൽ ക്ഷമിപ്പാനുള്ള ആരോഗ്യം നീ കൊടുക്കണമേ കർത്താവേ. അറിവ് നീ കൊടുക്കണമേ. അവരോട് പൊറുക്കണമേ. അപ്പനോട്, അമ്മയോട്, കുടുംബത്തോട്, സഹോദരിയോട്, സഹോദരനോട്, പങ്കാളിയോട്, മക്കളോട്, കൂട്ടുകാരോട്, സഹോദരി സഹോദരങ്ങളോട് കർത്താവേ, ഞങ്ങൾ പലരോടും വെറുപ്പുണ്ട്. അവരൊത്തിരി വേദനിപ്പിച്ചത് കൊണ്ടാണ് ആ വെറുപ്പ് വന്നത്. എങ്കിലും നിന്റെ ഈ വചനം നിമിത്തം ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാൻ, ഞങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ, ഞങ്ങൾ സമാധാനം അനുഭവിപ്പാൻ, ഞങ്ങളെ നശിപ്പിക്കുന്ന ആന്തരിക മുറിവുകൾ ഉണക്കുവാൻ കർത്താവെ ഞങ്ങളെ തൊടണമേ, ഞങ്ങളെ സൗഖ്യമാക്കണമേ. നിന്റെ സമാധാനം കൊണ്ട്, നിന്റെ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. എല്ലാവരുടെയും വേദനകളെ കർത്താവെ നീ തൊടണമേ. കർത്താവെ, എല്ലാവരുടെയും വേദനകളെ നീ മാറ്റണമേ. ഹൃദയ സമാധാനം കൊടുക്കണമേ. എത്ര വലിയ
വെറുപ്പായിരുന്നാലും, എത്ര വലിയ സങ്കടമായിരുന്നാലും, എത്ര വലിയ വേദനയായിരുന്നാലും, കർത്താവേ, നിന്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്റെ മക്കളെ ഭരമേൽപ്പിക്കുന്നു. നിന്റെ രക്തം കൊണ്ട് അവരെ ശുദ്ധീകരിക്കണമേ, വിടുതൽ നൽകണമേ, പാപമോചനം കൊടുക്കണമേ, ഹൃദയസമാധാനം കൊടുക്കണമേ, നീ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളെ വളർത്തിയതിനായി സ്തോത്രം, ഇത്രത്തോളം നടത്തിയതിനായി സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും നീ അഭിഷേകം ചെയ്തതിനായി സ്തുതിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിൻ്റെ പുനർനാമത്തിൽ തന്നെ ആമേൻ. ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും കൂടെ അനുഗ്രഹം കിട്ടും. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.